എൻ്റെ ലീഡായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണിത്. ട്രെയിലർ ഇഷ്ടമായി എല്ലാവർക്കും? ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജാനർ തന്നെയാണ്, ഒരു ഹൊറർ കോമഡി. ഇതിന്റെ സ്ക്രിപ്റ്റ് പറയാൻ ആദ്യം തന്നെ വിളിച്ചപ്പോൾ ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചു. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജാനറാണ് ഈ ഹൊറർ കോമഡി. ഞാൻ വേറെ ആരാധന കാസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇവരാണൊക്കെ അറിഞ്ഞത്. അപ്പോൾ കുറച്ച് മൂഡ് പോയെങ്കിലും പിന്നെ പക്ഷേ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു സെറ്റിൽ. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡയറക്ടർ സാറും ഭയങ്കര കൂളായിരുന്നു. പക്ഷെ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം അതിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ഷാമോനായിരിക്കൂല ഈ പടത്തിൽ. ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കുറച്ച് റീൽസിന്റെ പോലെ അല്ലല്ലോ, കുറച്ച് ഡിഫറൻസ് ഇല്ലേ? അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംസാരിച്ച് കൈയെടുക്കാനൊന്നും അറിയത്തില്ല. കാരണം ലൈഫിൽ അങ്ങനെ അധികം കോമഡി ഒന്നും പറയുന്ന ഒരാളല്ല. ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോസ് ചെയ്ത് റീൽ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ എൻ്റെ മൂവ് കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇത് ഒരു മൂഡിലാണ് ഇങ്ങനത്തെ തോന്നും. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. എനിക്കിങ്ങനെ നിൽക്കാനായിട്ട് താല്പര്യം. ഫേക്ക് ചെയ്ത് നിൽക്കാൻ എനിക്ക് അറിയില്ല. മഹാരാജ ഹോസ്റ്റൽ മൂവി എന്ന് പറയുന്നത് ഹോസ്റ്റലിനെ ബേസ് ചെയ്ത് മാത്രമല്ല, ഹോസ്റ്റലിനെ ലിങ്ക് ചെയ്ത് ഒരു വെറൈറ്റി പ്ലോട്ട് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള സിമ്പിൾ, കണ്ടിരിക്കാൻ പറ്റിയ 2 മണിക്കൂർ ഓടിക്കാൻ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹൊറർ ഫിലിമാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. കാണത്തില്ല എല്ലാവരും? താങ്ക് യു സോ മച്ച്. എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തിട്ട് വന്നതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നുപോയി. കോളേജിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഇതുണ്ട്, ഏറ്റവും മനോഹരമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇതുപോലെ ഇവിടെ വെച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അത് ഞാൻ കൊണ്ടുവിടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അടിപൊളിയായിട്ടിരിക്കട്ടെ. ഞങ്ങളുടെ പടം എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി മൈക്കിൽ സംസാരിക്കാൻ നല്ല പേടിയുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടി നിൽക്കുന്ന പോലെയല്ല. ഇതൊക്കെ അഖിൽ പറഞ്ഞതൊക്കെയാണ്. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ എല്ലാം ഇവിടെ വരുമ്പോൾ മറന്നു പോകുന്നത്. അതെല്ലാം കുട്ടികളുടേതാണ്, സ്റ്റേജിൻ്റെ ആണോ എന്ന് അറിയാൻ കഴിയുക. എനിക്ക് തോന്നുന്നു എല്ലാം കുട്ടികളുടെ ആയിരിക്കും. എല്ലാം സുന്ദരിയായിട്ടുള്ള അപ്പോൾ ഞാൻ ഈ സിനിമയിലെ ഏറ്റവും അവസാനം വന്ന ക്യാരക്ടറാണ്. പക്ഷെ എന്നെ ഇതിനോട് സജസ്റ്റ് ചെയ്ത് ആഗ്രഹമാണ്. താങ്ക് യു. ഇത് ഒരു സീനിയർ റോളാണ്. കാരണം ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച റോളാണ് ഈ സിനിമയിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തത്. പിന്നെ എൻ്റെ ഹൊറർ പോർഷനിൽ ഫുള്ള് ഇവർ തന്നെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ ഒരു മിന്നായം പോലെ ഉണ്ടെങ്കിലും സിനിമയിൽ അത്യാവശ്യമുണ്ട്. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. കൈകെന്ന് പറയുക. സുഖമാണ്. ഇപ്പം എല്ലാവരും നേരത്തെ ആവശ്യപ്പറഞ്ഞ ആടലോടകം ടീമിലാണ്. ഇപ്പം എല്ലാവരും തൂലികയുടെ അച്ഛനല്ലേ എല്ലാവരും. എന്നാലും ഒരുപാട് സന്തോഷം. എന്നെ പോലെ തന്നെ എൻ്റെ മോളെയും എൻ്റെ ഫാമിലി എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഇത്രയും ഫെമിലിയർ ഫേസിൽ ഒരു ചെറിയ അൺഫെമിലിയർ ഫേസ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഈ മൂവിയിലേക്ക് തന്നെ വന്നത് ശ്യാമ പറഞ്ഞ പോലെ ഹൊറർ കോമഡി, ഇതിൻ്റെ ഹൊറർ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. ഇതിലേക്ക് വന്നത് തന്നെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. മൂവിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് പേടിക്കാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. അപ്പം ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമന് കൊടുക്കാം. ഹലോ. ആക്ച്വലി ഞാനിവിടെ വരുമ്പോൾ ഇവരെക്കാളും ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു. എൻ്റെ നെഞ്ചത്ത് ഇപ്പോഴും എടുക്കുന്നുണ്ട്.
ഇത്രയും സുന്ദരിമാരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഐ മീൻ ഒരുമിച്ച്. അപ്പോൾ ഈ പടത്തിൽ ഇത് എൻ്റെ ആദ്യത്തെ പടമാണ്. ഇതിനു മുമ്പ് എന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരാൾ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടി ഇങ്ങനെ കരുത്ത് ഇങ്ങോട്ട് വന്നു. എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ടൊക്കെ നടന്നത്. അപ്പോൾ ഇവരെക്കാളും കൂടുതൽ ഷാമോനൊക്കെ ഇതിനു മുമ്പ് 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. ആ വലിയ ബൈക്ക് ട്രെയിനിൽ തന്നെ കാണുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാനും. നിങ്ങൾക്കും നിങ്ങൾക്കും ഒരു 2 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആകുന്ന രീതിയിലുള്ള ഒരു ആയിരിക്കണം എന്നാണ് ആഗ്രഹം. ഇത്രയും പേരെന്നെ നേരെ തിയേറ്ററിൽ പോയി കണ്ടതിന് ഹൗസ്ഫുള്ളായിരിക്കും. നിങ്ങളെല്ലാവരും പടം കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പടം കാണൂലേ? ഇവിടെ നിങ്ങളാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ട്രെയിലർ കാണുന്നത്, ഇപ്പോഴാണ് ഞങ്ങളും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇനി ഇവർ പോവോ അങ്ങനെ ഒരു ടെൻഷനിലാണ് വന്നത്. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും